സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ചെറുപ്പക്കാർ പറ്റിക്കപ്പെട്ട ഒരു വാർത്ത പ്രമുഖ മാധ്യമങ്ങളിലൂടെ നാം അറിയുകയുണ്ടായി. ഇങ്ങനത്തെ ചില അബദ്ധങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പ് ജോലി സ്വപ്നം കണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന കുറേയധികം ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ചില ചിന്തകളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോസ് വഴി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഏവർക്കും ജോസീസ് വ്ളോഗ്സിന്റെ ഈ ഒരു മറ്റു കുഞ്ഞു എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രമുഖ ഒരു മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയാണ്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കി. അയർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിപ്പ് നടത്തിയാൽ ഒടുവിൽ പോലീസിൽ കീഴടങ്ങി. അയർലൻഡിൽ നഴ്സിംഗ്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസകൾ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. വിസ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് 300ഓളം പേരിൽ നിന്ന് 6.5 കോടിയോളം രൂപ സമാഹരിച്ചിരുന്നതായി സമ്മതിച്ചിട്ടുണ്ട്. വളരെ വിഷമം നിറഞ്ഞ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഗൾഫിലും മറ്റു നാട്ടിലുമൊക്കെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടുത്തെ ഐറിഷ് ഗവൺമെന്റ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വേക്കൻസിയിലോട്ട് അയർലൻഡിന്റെ പുറത്ത് ഒരു റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പെട്ടെന്ന് നടത്താനും പോകുന്നില്ല. കാരണം ഇവിടെ തന്നെ നിരവധി ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്മാരാണ് ജോലി ചെയ്യുന്നത്. അതിൽ നഴ്സുമാരുണ്ട്, നോൺ നഴ്സുമാരുണ്ട്. ഇവരൊക്കെ ഓൾറെഡി ഇവിടുത്തെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വേക്കൻസിയിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പലരും റാങ്ക് ലിസ്റ്റിൽ പെട്ടവരുമുണ്ട്. പക്ഷേ ഒരു ടൈമിങ്ങിൽ ഈ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വേക്കൻസി HSC, അതായത് ഇവിടുത്തെ ഗവൺമെന്റ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ നല്ല ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, അതിനെക്കുറിച്ച് അന്വേഷിക്കുക. കാരണം ഇവിടെ പല ഏജൻസികളും പല വ്യാജ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൃത്യമായ ഒരു ഇൻഫർമേഷൻ കിട്ടിയ ശേഷം മാത്രം മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചോട്ടെ. ഇത് തീർത്തും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഒരു നേഴ്സായി ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, യൂറോപ്പിലെ ജീവിതവും ജോലിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് നിങ്ങൾ OET എഴുതി പാസ്സായി ഒരു നേഴ്സായി ക്രിട്ടിക്കൽ വിസയിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ വരുവാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം ചതിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഒരു നേഴ്സായി ഇവിടെ എത്തി താമസിയാതെ തന്നെ നിങ്ങളുടെ ഫാമിലിയെ ഡിപ്പെൻഡന്റ് വിസയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടും സാധിക്കും. നാം കണ്ട വീഡിയോയിൽ ഏകദേശം 400ഓളം ആൾക്കാരാണ് ചതിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പല ആൾക്കാർക്കും ഗൾഫ് രാജ്യങ്ങളിൽ നല്ല ശമ്പളത്തോട് ജോലി ചെയ്തവരുണ്ടായിരുന്നു. അവരൊക്കെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് യൂറോപ്പിലെ ജീവിതവും ജോലിയൊക്കെ സ്വപ്നം കണ്ട് ഇരുന്നവരായിരുന്നു പലരും. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയെ സമീപിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്രതിബദ്ധതയുള്ള, വർഷങ്ങളായി ഇങ്ങോട്ടേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന നല്ല ഏജൻസികളെ മാത്രം സമീപിക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നഴ്സിംഗ് ഹോമിൽ നിന്നോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയാൽ, നിങ്ങൾക്ക് ഇവിടെയുള്ള സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ടൊന്ന് പങ്കുവെച്ചാൽ ഏകദേശം കുറച്ചൊക്കെ ഇൻഫർമേഷൻ കിട്ടാനും ഒരു പരിധിവരെ ഈ ചതിയിലൊക്കെ അകപ്പെടാതിരിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കും. വ്യാജ പ്രചാരണങ്ങൾ നടത്തി പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ നിന്നും 8-10 ലക്ഷമൊക്കെ വാങ്ങിച്ച് അവരെ ചതിയിൽപ്പെടുത്തുന്ന വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളോട് ഒരു വാക്ക്. ഒരു മനുഷ്യന്റെ, ഒരു കുടുംബത്തിന്റെ, ഒരു സമൂഹത്തിന്റെയൊക്കെ കണ്ണീരാണ് നിങ്ങളാൽ വീഴ്ത്തപ്പെടുന്നത്. ഓരോ കണ്ണുനീരിനും നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും. ഇനിയും ഇതുപോലത്തെ ചതിക്കപ്പെടലുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ മറ്റൊരു വിഷയമായിട്ട് ജോസീസ് വ്ളോഗ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ ബൈ.